ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശക്തമായി ഈ യോഗത്തിലേക്ക് സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശരിക്കും നമുക്ക് പ്രകൃതി ഒട്ടും തന്നെ അനുകൂലമല്ല. ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ സാഹചര്യത്തിൽ ഇവിടെ കടന്നു വരാൻ കഴിയില്ലെങ്കിലും അനേകരും നനഞ്ഞ് ഒക്കെയാണ് വന്നത്. ഇനിയും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും വന്നു ചേരും. നിങ്ങളെ മഴ നനഞ്ഞ് വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും നമ്മളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി പരസ്യങ്ങളായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം കർത്താവിദാസൻ കെ അബ്രഹാം അവർ നമ്മോട് ശക്തമായി ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. അടുത്ത രാത്രി കർത്താവിദാസൻ കെ അബ്രഹാം വീണ്ടും നമ്മോടൊപ്പം ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും കൃത്യം 6 മണിക്ക് തന്നെ എത്തിച്ചേരണം. പ്രകൃതി നമുക്ക് അനുകൂലമാകും. 6 മണിക്ക് തന്നെ എത്തിച്ചേരണം. അനുഗ്രഹിക്കപ്പെട്ട സുഹൃത്തുക്കളായിരിക്കും. കാരണം കൂടുതൽ സമയം നമ്മൾ ദൈവവചനം കേൾക്കുവാൻ സമയം. കഴിഞ്ഞ ദിവസം നമ്മൾ 7:15 കഴിഞ്ഞപ്പോൾ ദൈവവചനം സംസാരിക്കാൻ കൊടുത്തു. 1.25 മണിക്കൂർ നമുക്ക് ദൈവവചനം കേൾക്കാനുള്ള അവസരം കിട്ടി. ഇന്ന് രാത്രിയിലും അങ്ങനെ തന്നെ കൂടുതൽ സമയം ദൈവവചനം കേൾക്കുവാനുള്ള അവസരത്തിന് വേണ്ടി നാം കാത്തിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഹോളടക്കുന്ന ആരാധനകൾ ശ്രദ്ധിച്ചാലും എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയും, എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 10:30 മണി മുതൽ 1 മണി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലും എല്ലാ വിശ്വാസികളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കഴിവുള്ള എല്ലാ യോഗങ്ങളും തന്നെ മുടങ്ങാതെ പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങളെ താല്പര്യപ്പെടുത്തുകയാണ്. അതിലുപരി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും നിർബന്ധമായും ദൈവവചനം പഠിപ്പിക്കുവാൻ ദയവായി കൊണ്ടുവന്നാലും. ഈ കൺവെൻഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് കർത്താവിദാസൻ രവി അവറുകളാണ്. വളരെ സാമ്പത്തിക ഇതിനു വേണ്ടി ചിലവുണ്ട്. നമ്മൾ അദ്ദേഹത്തെ വഹിച്ച് കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കുക. അദ്ദേഹം മാത്രമാണ് ഈ കൺവെൻഷൻ ദേശമെമ്പാടും നമ്മളൊക്കെ കേൾക്കുന്ന മനോഹരമായ ദൈവവചനം കേൾക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ മറന്നു പോകരുത്. ഭവനത്തിലായിരിക്കുമ്പോഴും ആ കുടുംബത്തെ വഹിച്ച് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും. ഇന്ന് രാത്രി നാം നേരത്തെ തന്നെ നോട്ടീസിൽ കണ്ടതുപോലെ കർത്താവിദാസൻ ഡിജിനാഥ് എന്ന കർത്താവിദാസൻ നമ്മുടെ ഇന്ന് രാത്രിയുണ്ട്. അദ്ദേഹത്തെ ഈ മിനിസ്ട്രിയുടെ പേരിൽ അദ്ദേഹം ഹാർദമായി ഞങ്ങളിപ്പോൾ സ്വാഗതം ചെയ്യുന്നു. ദൈവമാതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി തുടർന്ന് നമുക്ക് ദൈവവചനം കേൾക്കേണ്ട സമയമാണ്. തുടർന്ന് നമുക്ക് ഒരു പാട്ട് പാടിയ ശേഷം തുടർന്ന് കർത്താവിദാസൻ നമ്മോട് ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിനെ ക്രൂശിൽ ജയം വരിച്ച കർത്താവിനെ നമുക്ക് വാഴ്ത്തി പുകഴ്ത്താം. ഹല്ലേലൂയ. ആരാധിക്കാം യേശുവിനെ. ഹല്ലേലൂയ. അധികാരമുള്ള യേശുവിനെ നമുക്ക് 2 കരങ്ങളെ അടിച്ച് പാടി ദൈവത്തെ മാത്രം. ഹല്ലേലൂയ.
പ്രാർത്ഥനയ്ക്കായി കർത്താവിന്റെ ദാസനെ കരങ്ങളെ തട്ടി ക്ഷണിക്കാം. എല്ലാവരും ചേർന്ന് Hallelujah. Hallelujah. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇന്ന് ഈ കൺവെൻഷന്റെ 2ാം രാത്രി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് സംസാരിപ്പാൻ സ്തോത്രം ദൈവം എന്നെ നിർത്തിയതിനെ ഓർത്ത് പൂർണ്ണമായി മുഴുവനുമായി കർത്താവിന് മുഴുമഹത്വവും ഏൽപ്പിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതായ പ്രിയ കഥാരദാസൻ പാസ്റ്റർ അതുപോലെ ഇവിടെ ആയിരിക്കുന്ന മറ്റ് അനേക ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാർ, കടന്നു വന്ന എല്ലാ വിശ്വാസികൾ, പ്രത്യേകിച്ച് ക്വയർ ടീം, എല്ലാവരെയും വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ആരംഭത്തിൽ ഞാൻ പറയട്ടെ, കാലാവസ്ഥകൾ ഒത്തിരി പ്രതികൂലമാണ്. പക്ഷേ ഒരുക്കപ്പെട്ട ഒരു ഹൃദയം എവിടെയുണ്ടോ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായിരിക്കും. ആരും ഇന്നും സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം പണം കൊണ്ടോ കഴിവ് കൊണ്ടോ വരുവാൻ സാധിക്കത്തില്ല. പ്രത്യുത ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് നിങ്ങളെ തൊടുവാൻ കഴിയും. സ്തോത്രം. ഞാൻ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, സ്തോത്രം, വീടിന്റെ മുറ്റത്ത് അനേക ചിരട്ടകൾ കിടക്കും. ചിരട്ട കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് ചിരട്ട ഈ പ്രദേശത്ത് പോലും ഇല്ലാത്തതുപോലെയാണ്. ചിരട്ട കണ്ടിട്ടുള്ളവർ ഒന്ന് കൈ ഒഴിയത്തെ. സ്തോത്രം. ചിരട്ട, അനേക ചിരട്ടകൾ വീടിന്റെ മുറ്റത്തോ പുറകു സൈഡിലോ കാണും. സ്തോത്രം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഴ പെയ്യുമ്പോൾ സ്തോത്രം ഈ ചിരട്ടയ്ക്കകത്ത് വെള്ളം നിറയാറുണ്ട്. എന്നാൽ സ്തോത്രം ചില ചിരട്ടയ്ക്കകത്ത് വെള്ളം കയറത്തില്ല. ചില ചിരട്ടയ്ക്കകത്ത് എന്ത് കയറത്തില്ല? വെള്ളം കയറത്തില്ല. അത് സ്തോത്രം ഇടിവെട്ടി മഴ പെയ്താലും ആ ചിരട്ടയ്ക്കകത്ത് വെള്ളം കയറത്തില്ല. അതിന്റെ കാരണം സ്തോത്രം മഴയുടെ കുഴപ്പം കൊണ്ടല്ല. സ്തോത്രം അതിന്റെ കുഴപ്പം ചിരട്ടയുടെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. എത്ര വചനം ശക്തമായി ഇന്ന് രാത്രി ഇവിടെ ഒരു മഴ പോലെ പെയ്തിറങ്ങിയാലും ചിലത് ഒരുക്കമുള്ള ഹൃദയമുണ്ടോ അതിനെ നിറയ്ക്കുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും. ഇന്ന് രാത്രി കർത്താവിന്റെ അത്ഭുതം, ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി യേശുത്വം മുഴങ്ങി കേൾക്കുവാൻ, വ്യക്തികളിൽ ഇടപെടുവാൻ ദൈവമേ ഇങ്ങയുടെ കരം, ദൈവത്തിന്റെ ശക്തിയുടെ കരം, അങ്ങയുടെ ശക്തിയുടെ കരം ആർക്കും തടുക്കാൻ കഴിയാത്ത ഒരു മധുപട്ടി പോലെ പരിശുദ്ധാത്മാവിൽ ഈ യോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞാനോ ഉയർത്തപ്പെട്ട സകലരും എന്നിലേക്ക് ആകർഷിക്കുക എന്ന് അരുളി ചെയ്ത സ്വർഗീയ പിതാവ് അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാ ജനത്തെ എന്ന് കൂട്ടിവരുത്തി അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ആകാശം മാറിയാലും ഭൂതലത്തിലെ സകലത മാറിയാലും മാറാത്തതും സ്ഥിരമായിരിക്കുന്ന അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഈ ജനത്തിന് മേൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എതിരായി വ്യാപരിക്കുന്ന സകല തിന്മകള്, ഇരുട്ടിന്റെ ശക്തികളെയും ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്റെ മേൽ ക്ഷയമെടുക്കുന്നു. അത്ഭുതങ്ങളായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് പൊതിയും മഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വേഗത്തിൽ തിരുവചനത്തിലേക്ക് കയറി വരാം. സ്തോത്രം. എബ്രായർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ സ്തോത്രം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. എബ്രായർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. ഇവിടെ ഇരിക്കുന്നവരാരും ഇനി ബൈബിൾ തുറക്കരുത്. ദയവായി ഞാൻ ബൈബിളിൽ ഇല്ലാത്ത ഒരു വാക്ക് പോലും ഉച്ചരിക്കത്തില്ല. വളരെ കർശനമായി ഞാൻ ആ കാര്യം അഭ്യസിക്കുന്നവനാണ്. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, സൺഡേ സ്കൂളിൽ ഇരുന്നിട്ടില്ല, ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവനല്ല, ഞാൻ ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവനാണ്. ദൈവത്തിന്റെ കൃപയാൽ 2016 മുതൽ ഞാൻ സ്തോത്ര കഥാവിന്റെ വചനം സംസാരിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഏതൊരു പോയിന്റ് ഞാൻ എടുത്ത് ശുശ്രൂഷിച്ചാലും അതിന്റെ 4 വശങ്ങളും കൃത്യമായി ദൈവവചനത്തിൽ നിന്ന് ഉള്ളത് തന്നെയാണോ എന്ന് ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ഞാൻ അത് ശുശ്രൂഷിക്കത്തുള്ളൂ. അതിന് എന്നെക്കാളും സ്തോത്ര വചന പാണ്ഡിത്യം
പരിചയമുള്ളവരുമായി ഞാൻ അത് റെഫർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ചിലവർക്ക് സ്തോത്രം ഇപ്പോഴാ വചനം വായിക്കാനുള്ള ആഗ്രഹവും, കാരണം വീട്ടിൽ സമയമുണ്ടെങ്കിൽ പറ്റത്തില്ല, പക്ഷെ ഇപ്പോൾ തോന്നും. പക്ഷെ ഇപ്പോൾ ആരും വചനം എടുക്കരുത്, നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. ചിലവർക്ക് എഴുതാൻ കഴിയുമെങ്കിൽ നോട്ടിൽ എഴുതുക. സ്തോത്രം ഇപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ ഈ മൈക്കിലൂടെ വായിച്ച് കേൾക്കുമ്പോൾ അതിലോട്ടാകട്ടെ. എബ്രായർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? How shall we escape such a great salvation? ഇത്ര വലിയ രക്ഷയിൽ നിന്നും നമുക്ക് എങ്ങനെ തെറ്റി ഒഴിയുവാൻ സാധിക്കും? ഹല്ലേലൂയ. ബൈബിൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ 5 വിലയേറിയത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിൽ സ്തോത്രം പ്രാരംഭ തലക്കെട്ടാണ് വിലയേറിയ രക്ഷ. വിലയേറിയ രക്ഷ അത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? രണ്ടാമതായി 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് വേണ്ടി എഴുതുന്നു. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വിലയേറിയ വാഗ്ദത്തം. ദൈവം ഒരു വാഗ്ദത്തം ഒരു വ്യക്തിക്ക് നൽകുന്നുവോ അത് ചോട്ടാ വാഗ്ദത്തമല്ല, അത് വിലയേറിയ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ദൈവത്താലാണ് കടന്നു വരുന്നതെങ്കിൽ നിശ്ചയമായും ആഗ്രഹിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം സംഭവിച്ചിരിക്കും. വിലയേറിയ വാഗ്ദത്തം തീർന്നില്ല. സ്തോത്രം 1 പത്രോസ് 1:18 പറയുന്നു, വ്യർത്ഥവും മൃദുപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് അഴിഞ്ഞു പോകുന്നതായ വെള്ളി പൊന്നു വസ്തുക്കൾ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. സോ വിലയേറിയ വിശ്വാസം, വിലയേറിയ വാഗ്ദത്തം. 3 വിലയേറിയതായ ദൈവത്തിന്റെ രക്തം. ആർക്കും ഇന്ന് വരെയും ഭൂമിയിലെ ഒരു മനുഷ്യന് യേശു കർത്താവ് ചൊരിഞ്ഞ രക്തത്തിന് വിലയിടുവാൻ കഴിഞ്ഞിട്ടില്ല. ആ രക്തം വിലയേറിയ രക്തമാണ്. സ്തോത്രം തീർന്നില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം കാണുന്ന നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴ വില എത്രയെന്ന് ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അർത്ഥം സ്തോത്രം വിലയേറിയ വിശ്വാസം, 2 വിലയേറിയ വാഗ്ദത്തം, 3 വിലയേറിയ രക്തം, 4 സ്തോത്രം വിലയേറിയതായ ദൈവത്തിന്റെ സ്നേഹം, 5 സ്തോത്രം ഇന്നത്തെ കാതലായ കുറിവാക്യ യേശു കർത്താവിന്റെ രക്ഷ അത് വിലയേറിയതാണ്. ആ രക്ഷ ഉള്ളത് കൊണ്ടാണ് ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന രഞ്ജിത്നാഥിന് ഈ രക്ഷയെ അനുഭവിപ്പാൻ പ്രാപിപ്പാൻ ദൈവം കൃപ നൽകിയത്. ആ രക്ഷ വിലയേറിയതാണ്, ആർക്കും അളക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എബ്രായ ലേഖനം 13 അധ്യായങ്ങൾ അടങ്ങുന്നു, ഏകദേശം 303 വാക്യങ്ങൾ അടങ്ങുന്ന എബ്രായ ലേഖനം. എഴുത്തുകാരൻ ആര് നമുക്കറിയത്തില്ല, പക്ഷെ വേദ പണ്ഡിതർ പറയുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഷാ ശൈലി കൊണ്ട്, അതിന്റെ ആഴവും അതിന്റെ മൂർച്ചയും അതിന്റെ വ്യാഖ്യാനവും കൊണ്ട് അത് പൗലോസിന്റേതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ഞാനും അത് വിശ്വസിക്കുന്നു. എബ്രായ ലേഖനം പൗലോസിന്റേതാകാനാണ് സാധ്യത. എബ്രായ ലേഖനം എഴുതുവാനുള്ള സാഹചര്യം എന്തുകൊണ്ടെന്നാൽ എബ്രായ സഭ കാലത്തിൽ ഒത്തിരി പഴക്കം ചെന്ന സഭയാണ്. ആ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ആത്മാവ് കൊണ്ടാണ് ആരംഭിച്ചത്, പക്ഷെ അവർ വന്ന് നിൽക്കുന്നത് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ എബ്രായ സഭ വന്ന് നിൽക്കുന്നു. അവർക്ക് നല്ല മനസാക്ഷികളില്ല, പാപബോധങ്ങളില്ല, മാനസാന്തര അനുഭവങ്ങളില്ല, ഏറ്റുപറച്ചിലുകൾ അവരുടെ ഇടയിൽ സംഭവിക്കുന്നില്ല. നടത്തിപ്പുകാർക്ക് എതിരായി സംസാരിക്കുന്നു, സഭായോഗങ്ങളെ അവർ ഉപേക്ഷയായി കണക്കിടുന്നു. സ്തോത്രം അവരുടെ ഇടയിൽ ഭിന്നതകൾ ഉയരുന്നു എന്ന് പൗലോസ് കണ്ടപ്പോൾ പൗലോസ് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് എബ്രായ
എബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതുവാനിടയായി. ശ്രദ്ധിച്ചു കേൾക്കുക. എബ്രായർക്ക് ലേഖനത്തിൽ 22 അപായ സൂചനകളുണ്ട്. 22 അപായ സൂചനകൾ. അതിൽ ഗൗരവമേറിയ 7 വലിയ അപായ സൂചനകൾ, സൈൻ ബോർഡുകൾ. സ്തോത്രം. അത് സ്തോത്രമേ എങ്ങനെ പറവാൻ കഴിയും? ഒരു ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ആ ഹൈവേയുടെ വിവിധ ഭാഗങ്ങളിലായി ഒരു സൈൻ ബോർഡ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 80 എന്ന് എഴുതിയിരിക്കാം, ചിലയിടത്ത് 70 എന്നായിരിക്കാം, ചിലയിടത്ത് 100 എന്നായിരിക്കാം. അതിന്റെ അർത്ഥം കാണിക്കുന്നത് അതേ കിലോമീറ്റർ വേഗത്തിൽ മാത്രമേ അവിടെ ഓടിക്കാവൂ, അതിൽ മുകളിൽ കൂടി ഓടിക്കുവാൻ പാടില്ല എന്നതിനാണ് സൈൻ ബോർഡ്. ആഹാ, എനിക്കത് കാണണ്ട, ഞാനത് കാണത്തില്ല, എനിക്കത് ഗൗരവമാക്കണ്ട എന്ന് പറഞ്ഞേച്ച് ആരെങ്കിലും അത് സ്തോത്രം വിലയെടുക്കാതെ വീണ്ടും മുന്നോട്ട് അതിവേഗത്തിൽ കുതിച്ചാൽ അപകടം മുന്നിലുണ്ട്. അതാണ് സൈൻ ബോർഡ്. അതുപോലെ എബ്രായ ലേഖനത്തിനകത്ത് 22-ൽ 7 ഗൗരവമേറിയ സൈൻ ബോർഡുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സൈൻ ബോർഡാണ് 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. സ്തോത്രം. 1-ാം വാക്യം എന്താ പറയുന്നത്? വായിച്ചേ. എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിനായി കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ഇന്നലെ മുതൽ ഇന്ന് രാത്രി, നാളെ രാത്രി 3 ദിവസം വന്നിരുന്നു, കേട്ടു എന്നതിലല്ല കാര്യം. കേട്ട കാര്യം ഗൗരവത്തിൽ എടുക്കണം. ഹല്ലേലൂയ. ആഹാ, ഞാൻ കൺവെൻഷൻ വന്നു പാസ്റ്ററെ, ഞാൻ അറ്റൻഡ് ചെയ്തു പാസ്റ്ററെ, വളരെ അനുഗ്രഹമായിരുന്നു പാസ്റ്ററെ. എന്നാൽ 4-ാം ദിവസം വീണ്ടും പഴയ സ്വഭാവത്തിലാണ് നിന്റെ നടപ്പെങ്കിൽ ഈ സൈൻ ബോർഡ് നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വല്ലപ്പോഴും തെറ്റി ഒഴുകി പോകാത്തത്, ഈ സ്വവർത്തമാനം കേട്ടവർ, ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നവർ, ദൈവ ശബ്ദം കേട്ടവർ, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതായ ദൈവവചനങ്ങൾ അവരെല്ലാവരും കേട്ടെങ്കിലും മരുഭൂമിയിൽ പട്ടുപോയി. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് പഠിപ്പിക്കുന്നു. നമ്മുടെ സഹോദരന്മാരായ പിതാക്കന്മാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. അവർ ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. അവർ മേഘത്തിന് കീഴിലായിരുന്നു. അവർ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എങ്കിലും അവരിൽ മിക്കവരിലും ഞാൻ പ്രസാദിച്ചില്ല. ഗൗരവമേറിയ സൈൻ ബോർഡ് കാണിക്കുന്നു. അവരെല്ലാവരും ദൈവ ശബ്ദം കേട്ടതാണ്, പക്ഷേ കരുതേണ്ടതുപോലെ കരുതാത്തത് കൊണ്ട് ഭാവിയിൽ എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിഞ്ഞില്ല. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം. ഒരു ദൂതന്മാർ കടന്നു വന്ന് ഒരു കുടുംബത്തെ മുഴുവനും പറഞ്ഞു, ഇവിടെ നിന്ന് പലായനം ചെയ്യുക. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഈ പട്ടണം തീയും ഗന്ധകം കൊണ്ട് നിറയും. ഈ പട്ടണം ഇങ്ങനെ ഇരിക്കത്തില്ല, ഇത് പുക കൊണ്ട് നിറയും. ഒരു മനുഷ്യരാശിക്ക് പോലും അവിടെ താമസിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കോപം ആ പട്ടണത്തിൽ വന്നിരിക്കും എന്ന് പറഞ്ഞ് ദൂതൻ അറിയിച്ചതായ ഒരു സന്ദേശമുണ്ട് ബൈബിളിന്റെ അകത്ത്. അത് കേട്ടതായ കുടുംബം അവർ എത്തുവാൻ കഴിയത്തക്കവണ്ണം അവർ പർവ്വതത്തിന്റെ ഉയരത്തിലേക്ക് ഓടിയത് ശരിയാണ്. ആ കുടുംബത്തിൽ എല്ലാവരും എത്തുമെന്നാണ് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാനും കരുതിയത്. പക്ഷെ എത്തുന്നതിന് മുൻപ് ബോംബ് പൊട്ടുന്നത് പോലെ ആ പട്ടണത്തിൽ തീയും ഗന്ധവും കൊണ്ട് നിറഞ്ഞപ്പോൾ എത്തേണ്ട ഫിനിഷിംഗ് പോയിന്റിൽ കാലെടുത്തു വെക്കുന്നതിന് മുൻപ് ഇന്നും ബൈബിൾ പറയുന്നില്ല സ്ത്രീയുടെ പേര്, പക്ഷെ ബൈബിൾ പറയുന്നു ലോകത്തിന്റെ ഭാര്യ ആ ഭാഗത്തു നിന്നും തിരിഞ്ഞു നോക്കി. ഇന്നും ഓർമ്മ സ്തംഭം പോലെ, ഒരു ദീപസ്തംഭം പോലെ, ഒരു ഉപ്പുതൂണ് പോലെ ലോകത്തിന്റെ ഭാര്യ നിൽക്കുന്നത് കേൾക്കാഞ്ഞിട്ടല്ല, അവർ കേട്ടത് ശരിയാണ്. ദൂതൻ വരാഞ്ഞിട്ടല്ല, ദൂതൻ വന്നതും ശരിയാണ്. അവർ ഓടാഞ്ഞിട്ടല്ല, അവർ ഓടിയതും ശരിയാണ്. പക്ഷെ എത്തേണ്ട സ്ഥാനത്ത് എത്താത്തത് എന്താണെന്നറിയാമോ? ഓടുന്നതിന് മുൻപായി ദൂതൻ അവരോട് പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുന്നത് പോലെ ബൈബിളിലെ എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം അതൊരു സൈൻ ബോർഡാണ്. നമ്മുടെ ഭാഗം കിടക്കുന്നത് അതിന്റെ 4-ാം വാക്യത്തിലാണ്. സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതുകൊണ്ട്
അതുകൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം ഈ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ കയറുമ്പോഴേ മനസ്സിലാക്കണമേ, ഈ വചനത്തിൽ നിന്നും നാളെ ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷേ സ്തോത്രം ഒത്തിരി നാളുകൾക്ക് മുമ്പേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായിരിക്കാം, ഒത്തിരി നാളുകൾക്ക് മുമ്പേ സ്തോത്രം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കാം. എന്നാൽ ജീവിതത്തിൽ ഇന്ന് രാത്രി കേൾക്കുന്ന ഈ ദൈവവചനത്തിൽ ഏതോ ഒരു വാക്യം നിങ്ങളോട് പറവാനുണ്ട്, ഏതോ ഒരു വാക്യം നിങ്ങളോട് ഇടപെടുവാനുണ്ട്. ആ ഇടപെടുന്നതായ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായാൽ മനുഷ്യനോട് പോയി പറയേണ്ട, പ്രത്യുത ദൈവത്തോട് പോയി പറയണം, കർത്താവേ ആ വാക്യം എന്നെ തൊട്ടിരിക്കുന്നു. ഗ്യാരണ്ടിയാ ഞാൻ പറയാം, ഈ 3 ദിവസത്തെ യോഗം കഴിയുമ്പോൾ ചിലതിന്റെ ജീവിതങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഇന്നലെ വരെ മുട്ടിക്കൊണ്ടിരുന്ന വാതിൽ തുറന്നിട്ടില്ല, പക്ഷെ യോഗം കഴിയുമ്പോൾ ഞാൻ ഗ്യാരണ്ടിയായി പറയുന്നു, ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു, ദൈവത്തിന് വേണ്ടി നീ മനം തിരിയുന്നു എങ്കിൽ മുട്ടോയിട്ടും തുറക്കാത്ത ചില നന്മയുടെ വാതിലുകൾ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ തുറക്കാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി മഹത്വം കൊടുത്ത്, ഓ സ്തോത്രം, ദൈവത്തിന് വേണ്ടി നിന്ന ദൈവം നിനക്ക് വേണ്ടി നിൽക്കുക, നിനക്ക് വേണ്ടി ദൈവം നിന്ന ആർക്കും ഇതുവരെയും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ ദൈവം തമ്പുരാൻ നിനക്കായി തുറന്നിട്ടിരിക്കുക. ദൈവം നന്മയുടെ വാതിലുകൾ തുറക്കുന്നവനാണ്. ഇത്ര വലിയ രക്ഷ എബ്രായ ലേഖനത്തിനകത്തേക്ക് കയറിയപ്പോൾ 3 പ്രധാനപ്പെട്ട വാക്യങ്ങൾ എന്റെ ഹൃദയത്തിൽ സ്പർശിക്കുവാൻ തുടങ്ങി. ഒന്നാമത്തെ വാക്യം എബ്രായർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. എബ്രായർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പുത്രനെങ്കിലും തന്നെ അനുസരിക്കുന്ന ഏവർക്കും വേണ്ടി സ്തോത്രം ഒരുവൻ രക്ഷയുടെ കാരണഭൂതനായി തീർന്നു. എങ്ങനെ? അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മുഖാന്തരം. നിങ്ങൾക്ക് ആ വാക്യം ഒരിക്കൽ കൂടി മനസ്സിലാക്കും. ഒരിക്കൽ കൂടി വായിച്ചേ. 5:8. ചിലവർക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. 5:8 ഒന്ന് വായിച്ചു. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. ഒരുവൻ കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടം അനുഭവിക്കുന്നത് കൊണ്ട് അനുസരണം പുത്രൻ പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും. മനസ്സിലാക്കണമേ, താൻ കഷ്ടം അനുഭവിച്ചു അനുസരണയുള്ളവനായി, എന്നാൽ ഇനി നിങ്ങളെ അതിനോളം തികക്കേണ്ടതിനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഒരുവൻ ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത് മുഖാന്തരം നിത്യരക്ഷയുടെ ഒരു കാരണഭൂതനായി തീർന്നു. ഇതാണ് രക്ഷയുടെ ഒന്നാമത്തെ വാതിൽ. എബ്രായ ലേഖനം പറയുന്നു, സ്തോത്രം, ഒരുവൻ കഷ്ടം അനുഭവിച്ചു രക്ഷയുടെ വാതിൽ തുറക്കുവാൻ. കേട്ടത് ഗൗരവത്തോടെ ചിന്തിച്ചോ. ഈ ഭൂമിയിലേക്ക് ഒരുവൻ കടന്നു വന്നു എന്ന്. ഫിലിപ്പിയർ 2:6 പറയുന്നു, ദൈവത്തോടുള്ള സമത്വം അത് മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അനുസരണയുള്ളവനായി തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. വന്നതിനൊരു ഉദ്ദേശമുണ്ട്. വന്നത് വെറുതെ ആകത്തില്ല. പക്ഷെ അവൻ ആ രക്ഷയുടെ വാതിൽ തുറക്കുവാൻ താൻ കഷ്ടം അനുഭവിച്ചു. ഒന്നാമത്തെ വാതിൽ. ഇനി ഗൗരവത്തിന്റെ 2ാമത്തെ വാതിൽ. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നതായ കുടിവാക്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന 2ാമത്തെ വാതിൽ എബ്രായർക്കെതിരെ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. എബ്രായർക്കെതിരെ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. രക്ഷയുടെ ഒന്നാമത്തെ വാതിൽ 5:8 പറയുന്നു, ഒരുവൻ കാരണഭൂതനായി തീർന്നു. കഷ്ടം അനുഭവിച്ചപ്പോൾ രക്ഷയുടെ വാതിൽ തുറന്നു. ഇനി 2ാമത്തെ വാതിൽ തുറക്കുന്നു. ആ വാതിൽ എന്താ പറയുന്നത്? അങ്ങനെ രക്ഷിക്കപ്പെട്ടപ്പോൾ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പൂർണ്ണമായി രക്ഷിപ്പാൻ ഈ യേശു പ്രാപ്തൻ. ക്രിസ്തു മുഖാന്തരം രക്ഷ അനുഭവിച്ചു. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്നതിലേറിയ ശതമാനവും ഞാൻ വിശ്വസിക്കുന്നു രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവരോട് കർത്താവ് പറയുന്ന 2ാമത്തെ വാതിൽ
എന്താണെന്നറിയുമോ? താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവരെ ഇനി ഭാഗികമായി രക്ഷിക്കാമെന്നല്ല, പൂർണ്ണമായി രക്ഷിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷേ സ്വന്തം ചെറിയ വേദനയായിരിക്കാം, ചെറിയ കഷ്ടതയായിരിക്കാം, പക്ഷെ നിങ്ങളെ ദൈവം നടത്തി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്തെന്നറിയാമോ? അവൻ ഭാഗികമായി വിടുവിക്കുന്ന ദൈവമല്ല. 99.99% നിന്നെ സഹായിക്കാം, നിന്നെ രക്ഷിക്കാം, നിന്നെ സൗഖ്യമാക്കാമെന്നല്ല, പൂർണ്ണമായി വിടുവിപ്പാൻ കഴിവുള്ള ഒരു യേശുവിന്റെ അടുക്കലാണ് ഞാനും നിങ്ങളെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കഥാവിൽ നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് ചെയ്തു തരണമേ എന്ന് ആര് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടി ഇന്ന് രാത്രി കഥാവ് ഇറങ്ങാൻ നോക്കും. അവന് മതം ഒരു വിഷയമല്ല, ജാതി ഒരു വിഷയമല്ല, നിറം ഒരു വിഷയമല്ല, വിദ്യാഭ്യാസം ഒരു വിഷയമല്ല, നീ ഏത് കുലത്തിൽ ജനിച്ചവനും ദൈവം ചോദിക്കത്തില്ല. പകരം ദൈവത്തിന് നിന്റെ ഹൃദയം വേണം. ദൈവത്തിന് നിങ്ങളുടെ ഹൃദയം വേണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് വിഷയം എത്രയുണ്ടോ, നിങ്ങൾ പോകുന്ന വിഷയത്തിന്റെ 100 ഇരട്ടി വിഷയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എനിക്കറിയാം എന്റെ ആശ്രയത്തിന്റെ കൊമ്പ് ഈ ലോകത്തിലുള്ള മനുഷ്യരിലേക്കല്ല, ഈ ലോകത്തിലെ പ്രഭുക്കന്മാരിലും നേതാക്കന്മാരിലുമല്ല, ഈ ലോകത്തിലെ രഥങ്ങളിലോ മറ്റ് കുതിരകളിലോ അല്ല എന്റെ ആശ്രയം. എന്റെ ആശ്രയം ഉയരത്തിലാണ്. എന്റെ കണ്ണ് പർവ്വതത്തിലേക്കാണ്. എന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. എന്റെ അപ്പച്ചൻ എന്നെ വിടുവിപ്പാൻ, അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ ഈ യേശു പ്രാപ്തൻ. ഒന്നാമത്തെ വാതിൽ തുറക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ, ആത്മരക്ഷയാണ് അനുഭവിക്കുന്നെങ്കിൽ, രണ്ടാമത്തെ വാതിൽ തുറക്കുമ്പോൾ ഈ ഭൂമിയിൽ ഏതെല്ലാം ആവശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടോ അത് തരുവാൻ എന്റെ കർത്താവ് പ്രാപ്തൻ. പക്ഷെ കണ്ടീഷൻ, കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവരെ, ഹല്ലേലൂയ, തന്നോട് അടുക്കലേക്ക് വരുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ഈ യേശു പ്രാപ്തൻ. ഇനി മൂന്നാമത്തെ വാതിൽ എബ്രായ ലേഖനം സ്തോത്രം വായിക്കാം, 9-ാം അധ്യായം അതിന് 28-ാം വാക്യം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന് 28-ാം വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തൊട്ടടുത്ത വാക്യം ഒരിക്കൽ കൂടി വായിച്ചാ 28-ാം വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ആ രണ്ട് രക്ഷയില്ലേ, ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ. ഒന്നാമത്തെ വാതിൽ ആർക്കും കയറി വരാം. രണ്ടാമത്തെ വാതിൽ തന്റെ അടുക്കിലേക്ക് വന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. വേറെ ഒരു കണ്ടീഷനോ വേറൊരു ടേംസ് ആൻഡ് കണ്ടീഷനോ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ മൂന്നാമത്തെ വാതിൽ എത്തിയപ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, എല്ലാവർക്കും കയറി വരാം എന്നല്ല, തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം. ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത് തന്റെ അടുക്കിലേക്ക് വന്നവരെ രക്ഷിക്കുമെന്ന്, ദൈവം വിടുവിക്കുമെന്ന് കേട്ടറിവ് കൊണ്ടാണ്. പക്ഷേ മൂന്നാമത്തെ വാതിൽ തികച്ചും വ്യത്യസ്തമാണ്. മൂന്നാമത്തെ വാതിലിന്റെ പ്രത്യേകത സ്വതം ഈ വന്ന എല്ലാവരെയും കൊണ്ടുപോകാമെന്നല്ല, തനിക്കായി കാത്തിരിക്കുന്നവരെ മാത്രം. അതിന്റെ അകത്ത് നിങ്ങളുണ്ടോ? ഹല്ലേലൂയ. ചിലപ്പോൾ ഒന്നാം വാതിൽ കണ്ടു, രണ്ടാം വാതിലേക്ക് അടുത്തെത്തി, മൂന്നാം വാതിലിന്റെ അകത്ത് പോലും എത്തിയില്ല. ഹല്ലേലൂയ. അതാണ് തുടക്കത്തിൽ നാം വായിച്ചത്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം സ്തോത്രം വ്യർത്ഥമായി പോകാതിരിപ്പാൻ ഇന്ന് രാത്രി കേട്ട വചനം ഗൗരവത്തിൽ എടുത്തോട്ടെ. നാം രക്ഷിക്കപ്പെട്ടു, നാം ദൈവവചനം അനുസരിച്ചു, ഈ യോഗങ്ങളിലേക്ക് കടന്നു വന്നു, വിടുവിപ്പാൻ യേശു പ്രാപ്തനാണ് എന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ കൊണ്ട് തീരുകയല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതത്തിന് ഒരു ലക്ഷ്യ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തേക്ക് ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ കർത്താവ് ഇതാ മധ്യാകാശത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നു. ആദ്യത്തെ
ആദ്യത്തെ വാതിലും രണ്ടാം വാതിലും മൂന്ന് യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന മൂന്ന് ഭാഗങ്ങളാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായം 8, എബ്രായ ലേഖനം 7-ാം അധ്യായം 25, എബ്രായ ലേഖനം 9-28. ഈ മൂന്ന് വാക്യങ്ങൾ 3 ദിവസത്തെ യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പക്ഷെ ഞാൻ ഈ ആദ്യത്തതും ഒടുവിലത്തതും ഒന്ന് വിടുകയാണ്. രണ്ടാമത്തെ വാക്യം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത് നിങ്ങളെ നോക്കി എനിക്ക് പറവാൻ ആഗ്രഹമുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം ഒരിക്കൽ കൂടി വായിച്ച് ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വായിച്ചേ, എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് താൻ ഇതുവരെ പ്രസംഗം തുടങ്ങിയിട്ടില്ലേ? ഞാൻ ആമുഖത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഇനിയാണ് നിങ്ങളോടുള്ള ദൂത്. ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് സ്തോത്രം, ഞാൻ ഏത് വാക്യമാണ് ശുശ്രൂഷിക്കുന്നത് ഇന്ന് രാത്രി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. എന്താണ് ഈ വാക്യത്തിന്റെ പ്രത്യേകത? ഏത് സാഹചര്യത്തിലായിരുന്നു ഇത് എഴുതിയത്? എന്തൊക്കെയായിരുന്നു ഇതിന് ആവശ്യം? കേൾക്കേണ്ടത് എന്താണ്? എത്തേണ്ടത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഇന്ന് രാത്രി കുറിവാക്യത്തിലേക്ക് ഞാൻ കയറുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ എന്റെ കർത്താവ് സദാ ജീവിച്ചിരിക്കുന്നവനാണ്. എന്റെ ദൈവം സ്തോത്രം എപ്പോഴും ഏത് സമയത്തും അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകനാണ് അവൻ. ഇന്ന് രാത്രിയും സദാ ജീവിച്ചിരിക്കുന്നവനാകയോ ഇന്ന് രാത്രിയും തനിക്ക് ആവശ്യമുള്ളവനെ വിടുവിപ്പാൻ യേശു പ്രാപ്തൻ. അതിന് മുഖാന്തരമായ ഒന്നാണ്, വാതിൽ തുറന്നു ഒരുവൻ കഷ്ടത അനുഭവിച്ചു. ഞാൻ എന്നെ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞാൻ രക്ഷിക്കപ്പെടുന്ന ആ സമയങ്ങളിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഒരുവൻ തകർക്കപ്പെടുമ്പോൾ മാനവകുലം മുഴുവനും എങ്ങനെ രക്ഷിക്കപ്പെടും? ഞാൻ പഠിച്ചതായ +2 ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു സ്തോത്രം പുസ്തകം അറിയാം, ദ ലൈറ്റ് ഓഫ് ഏഷ്യൻ കോണ്ടിനെന്റ്. സ്തോത്രം ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നതായ ഒരു വ്യക്തിയുണ്ട്, ശ്രീബുദ്ധൻ. ഏഷ്യൻ കോണ്ടിനെന്റിൽ വെളിച്ചമായി അദ്ദേഹത്തെ കാണുന്നു. എന്നാൽ ഞാൻ എന്റെ സമുദായത്തിൽ വിശ്വസിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയാണ് കേൾക്കുന്നത്, ശ്രീനാരായണ ഗുരു ഈഴവ സമുദായത്തിന് വെളിച്ചമായി കാണുന്നു. എന്നാൽ അനേക മനുഷ്യ ദൈവങ്ങൾ ഉള്ളപ്പോൾ, കുല വ്യക്തികൾ ഉള്ളപ്പോൾ, അടിസ്ഥാനത്തിൽ ഇരുന്ന് ജനത്തെ ഭരിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ അവരെല്ലാവരും സ്വാഭാവികമായും ഇന്ന വിഭാഗം, ഇന്ന കുലം, ഇന്ന മതം, ഇന്ന ഏരിയ, ഇന്ന കോണ്ടിനെന്റ്, ഇന്ന രാജ്യം, ഇന്ന ജില്ല, ഇന്ന സ്ഥലം എന്ന് മാത്രം പറയുമ്പോൾ ഒരുവൻ മാത്രം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ആ കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്റെ ചോദ്യം, ഒരുവൻ മരിക്കുമ്പോൾ എങ്ങനെ എല്ലാവർക്കും രക്ഷ കിട്ടും? ഒരു യഥാർത്ഥ സംഭവം പറയാം. 1956 സ്വതന്ത്ര ഭാരതത്തിന്റെ 3ാമത്തെ റെയിൽവേ മിനിസ്റ്ററായി ലാൽ ബഹദൂർ ശാസ്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടു. ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മിനിസ്റ്ററായി താൻ ഭരിക്കുമ്പോൾ ഇതാ ആദ്യമായി ഭാരതത്തിൽ ആദ്യത്തെ റെയിൽവേ അപകടമുണ്ടായി. ആന്ധ്രാപ്രദേശിൽ ഏകദേശം 112ഓളം പേർ മരിക്കത്തക്കവണ്ണം ആന്ധ്രാപ്രദേശിൽ ഒരു വലിയ ട്രെയിൻ അപകടമുണ്ടായി. പ്രതിഷേധങ്ങൾ ആളിക്കത്തി. നൂറുകണക്കിന് ആളുകൾ മരിച്ചു കിടക്കുന്നു. ഇതാ എതിർവിഭാഗക്കാർ കടന്നു വരുന്നു. ആകപ്പാടെ പ്രശ്നങ്ങളാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 100-ൽ പരം ആളുകൾ മരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്രകാരം പിറ്റേ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇൻസിഡന്റ്. ഇനി മേലാൽ ഒരു റെയിൽവേ അപകടം ഒരിക്കലും ഭാരതത്തിൽ നടക്കത്തില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ ഭാരതത്തിൽ 2ാമത്തെ റെയിൽവേ അപകടം സംഭവിച്ചു. അത് തമിഴ്നാട്ടിലാണ് സംഭവിച്ചത്. ഏകദേശം 144ഓളം പേർ വീണ്ടും മരിക്കുവാനിടയായി. പ്രതിഷേധങ്ങൾ ആളിക്കത്തുവാൻ തുടങ്ങി. പ്രതിപക്ഷക്കാർ ആളിക്കത്തുവാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാതിരിക്കുന്നു. ഇതാ രാജിക്കത്തുകൾ വെക്കുവാൻ സമ്മർദ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയാകുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടുക്കലേക്ക്
കടന്നു വന്നിട്ട് ലാൽബഹദൂർ ശാസ്ത്രി പറഞ്ഞു, ഇനി എനിക്ക് ഭരിപ്പാൻ കഴിയത്തില്ല, എന്റെ സ്തോത്രം വീഴ്ച മുഖാന്തരം ഇതാ വെളിയിൽ ആൾ കത്തുകയാണ്, 100-ൽ അധികം ആളുകൾ മരിച്ചു വീണിരിക്കുന്നു, ഞാൻ ഈ സ്ഥാനത്ത് തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ രാജിക്കത്ത് എഴുതി അദ്ദേഹത്തെ ഏൽപ്പിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഒരു വലിയ പത്രസമ്മേളനം നടക്കുകയാണ്. ആ പത്രസമ്മേളനം നടക്കുമ്പോൾ ആ പത്രസമ്മേളനത്തിൽ ജനങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, ശാസ്ത്രി, ട്രെയിൻ ഓടിച്ചത് താങ്കളാണോ? അല്ലേ അല്ല, അത് ലോക്കോ പൈലറ്റാണ് ട്രെയിൻ ഓടിച്ചത്. ട്രെയിൻ ഓടിക്കുമ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് താങ്കളാണോ? അല്ലേ അല്ല, അതിന് വേണ്ട ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു, അവരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. സ്തോത്രം, അപകടം ഉണ്ടായപ്പോൾ താങ്കൾ ആ പരിസരത്ത് ഉണ്ടായിരുന്നോ? ഇല്ലേ ഇല്ല. അപകടം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എന്റെ മന്ദിരത്തിലാണ് ഞാൻ ഇരുന്നത്. സ്തോത്രം, താനും ട്രെയിൻ അപകടവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരിക്കെ താങ്കൾ എന്തിനു വേണ്ടി രാജിവെക്കണം? ഹല്ലേലൂയ. ആ അപകടവും താങ്കളുമായി ഒരു ബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ അപകടം വരുത്തിയത് താങ്കളല്ല, അത് ചെയ്തത് താങ്കളല്ല, പക്ഷെ താങ്കൾ എന്തിനു രാജിവെക്കണം? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? എന്റെ അധികാരത്തിന് കീഴിൽ എന്റെ ഉദ്യോഗസ്ഥർ വരുത്തി വെച്ചതായ ഗുരുതരമായ വീഴ്ചയ്ക്ക് ധാർമ്മികമായി ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്നു. എനിക്ക് വേണമെങ്കിൽ സ്വന്തം ഉദ്യോഗസ്ഥരെ അവരെ ഇവിടെ നിന്നും ഈ ജോലിയിൽ നിന്നും മാറ്റാം, പക്ഷേ അവരെ മാറ്റാതെ അവരെ നിലനിർത്തിക്കൊണ്ട് ധാർമ്മികമായി ആ കുറ്റം എന്നിലേക്ക് ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ ആ ശിക്ഷ എടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഭാരത്തെ ഭരിച്ച ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യന് ഇത്രയും നീതിബോധം ഉണ്ട് എങ്കിൽ, സ്വതന്ത്ര ഭാരതത്തിൽ ഭരിക്കുന്ന നേതാക്കന്മാർക്ക് നീതിബോധമുണ്ട് എങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന് എത്ര അധികമുണ്ടായിരിക്കും? സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് തന്നേച്ച് അവൻ അവസാന തുള്ളി രക്തം ഒഴുക്കി നമുക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടതുകൊണ്ട് രക്ഷയുടെ വാതിൽ തുറന്നു കിട്ടി. എന്റെ കൂടെ നിങ്ങൾ വരണം. അങ്ങനെ ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി വിടുവിപ്പാൻ ഈ യേശു പ്രാപ്തൻ. ഈ യേശു പ്രാപ്തൻ. ഞാൻ ഇങ്ങനെ പഠിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, ദൈവത്തിന്റെ അടുക്കൽ വന്നവരാരും പാൻ ചെലവാകത്തില്ലെന്നേ. ഇന്ന് രാത്രി സാഹചര്യങ്ങളെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കാനുള്ളതല്ല, പക്ഷെ ദൈവം തമ്പുരാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ഇതിനകത്ത് ചിലതിനെ വിടുവിപ്പാനുണ്ട്. എന്റെ ദൈവത്തിന് ചിലതിനെ ചൂണ്ടിക്കാണിച്ച് ചിലതിനെ വിടുവിപ്പാനുണ്ട്. നീ കൊണ്ടു നടന്ന തിന്മയുടെ വർത്തമാനമായിരിക്കുക, നീ കൊണ്ടു നടന്ന മുഖത്തിന്റെ വിഷയങ്ങളായിരിക്കുക, നീ കൊണ്ടു നടന്ന പാപങ്ങളായിരിക്കും, നീ കൊണ്ടു നടന്ന രോഗമായിരിക്കും, നീ കൊണ്ടു നടന്ന ശാപമായിരിക്കും, നീ കൊണ്ടു നടന്നതായ കഷ്ടതയും വേദനയുമായിരിക്കും. പക്ഷെ എന്റെ ദൈവം പറയുന്നു, എന്റെ ദൈവം പറയുന്നു, ഇന്ന് രാത്രി നിങ്ങളെ വിടുവിപ്പാൻ എന്റെ ദൈവം പ്രാപ്തൻ. എന്റെ ദൈവം പ്രാപ്തൻ. ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ കടന്നു വന്ന് ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്റെ അനുഭവ സാക്ഷി ഞാൻ തൊട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ അനുഭവ സാക്ഷ്യത്തിലേക്ക് കയറത്തില്ല. പകരം ചിലവർ ആദ്യമായി കേൾക്കുന്നത് കൊണ്ട് വന്നത് പ്രയോജനപ്പെടേണ്ടതായതുകൊണ്ട് അതിന്റെ കാതലായ ഒരു ഭാഗം മാത്രം ഞാൻ തൊട്ടേച്ച് വീണ്ടും ഇതിലേക്ക് കയറുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഏത് വിശ്വാസത്തിൽ വളർന്നവരാണെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്, എന്റെ ദൈവം മതത്തെ ഉണ്ടാക്കാൻ വന്നതല്ല. ഈ ബൈബിൾ ഞാൻ മുഴുവനും പരിശോധിച്ച്, ഈ ബൈബിൾ മുഴുവൻ ഞാൻ പഠിക്കുവാനിരുന്നു. ഇതിനകത്ത് മതം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇത് മതത്തിന്റെ പുസ്തകമല്ല, നിന്റെ ഹൃദയം മനം മാറ്റുന്നതാണ്. Of course, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു സംഘടന ആവശ്യമാണ്, നിങ്ങൾക്കൊരു പ്രസ്ഥാനത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പ്രസ്ഥാനം നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു സംഘടനയും നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു വ്യക്തിയും ഒരു നേതാവും നിനക്ക് വേണ്ടി മരിച്ചില്ല. മരിച്ച ഒരേ ഒരുവനേ ഉള്ളൂ. അത് ഞാൻ ഇന്ന് രാത്രി ഉയർത്തുന്ന നസറേയനായ യേശു.
അവൻ നന്മയെ തരുകയുള്ളൂ. അവൻ നന്മ തരുന്ന ദൈവമാണ്. ഒരിക്കലും വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിനിരിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ ദൈവം ഇന്ന് രാത്രി വിടുവിപ്പാൻ ശക്തനാണ്. ഇന്നേക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിലേക്ക് ഒരു ആന്റി കടന്നു വന്ന യേശുവിനെ കുറിച്ചൊക്കെ പറയുവാനും, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഞാൻ രക്ഷിക്കപ്പെടാനുള്ള ഒരു കാരണം മുഖാന്തരമായി തീർന്നു. എന്നാൽ ഡിഗ്രിയുടെ 1ാമത്തെ വർഷത്തിൽ ഒരു 50% ഞാൻ നിൽക്കുകയാണ്. ഞാൻ പൂർണ്ണമായി കഥാവിനെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ബൈബിൾ ഉണ്ടെന്നും ബൈബിളിനകത്തുള്ള വാക്കുകൾ വായിച്ചു ആദ്യത്തെ പ്രസംഗമൊക്കെ കേട്ടിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം. ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ എന്റെ ക്ലാസ്സിൽ മറ്റ് സ്നേഹിതന്മാരെല്ലാം പുറത്തു പോയി മറ്റ് ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് പല മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്റെ അതേ ക്ലാസ്സിൽ വേറൊരു സ്നേഹിതനുണ്ട്. അവൻ ഇതാ ബൈബിൾ പോക്കറ്റിനകത്ത് നിന്ന് എടുത്തിട്ട് ഏറ്റവും പുറകിൽ പോയിരുന്ന ബൈബിൾ വായിക്കുന്ന. ട്രിവാൻഡ്രത്ത് MG കോളേജിൽ പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നന്നായി അറിയാം, ആ കോളേജിനകത്ത് ബൈബിൾ കൊണ്ടുപോയാൽ കൊണ്ടുപോകുന്നവന്റെ കാര്യം തീർന്നു. അതിനകത്ത് ഈ സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ ഇവൻ ആരെയും ഭയമില്ല, ഒന്നിനെയും ഭയമില്ല. ഇവൻ ഏറ്റവും പുറകിൽ പോയിരുന്നു ബൈബിൾ വായിക്കുന്നു. അതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവനൊരു ക്രിസ്ത്യാനിയല്ല, ഇവനൊരു ബ്രാഹ്മണനാണ്. ഒരു ബ്രാഹ്മണൻ ബൈബിൾ വായിക്കുന്ന കണ്ടപ്പോ എനിക്ക് അത്ഭുതമായി. എന്തുകൊണ്ട് ഇവൻ വായിക്കുന്നു? എന്റെ അകത്ത് കിടന്നതായ രക്തത്തിളപ്പിൽ ഞാൻ അവനോട് ചെന്ന് പറഞ്ഞു, എടാ മണ്ട, നീ അല്ലാതെ ആരെങ്കിലും ഈ ബൈബിൾ വായിക്കും? നീ ആരാന്നുള്ള ബോധ്യം നിനക്കൊണ്ടോ? നീ ഒരു ബ്രാഹ്മണനാണ്. അങ്ങനെ ഇരിക്കെ നീ എന്തുകൊണ്ട് ഇത് വായിക്കുന്നു? ഉടനെ ഈ ചെറുപ്പക്കാരൻ എന്നോട് തിരിച്ച് മറുപടി പറഞ്ഞു, ബ്രഹ്മത്തെ കുറിച്ച് അറിവുള്ളവൻ ആരോ അവൻ ബ്രാഹ്മണൻ. ബ്രഹ്മം ദൈവം, യഥാർത്ഥ ദൈവത്തെ കുറിച്ച് ആർക്ക് അറിവുണ്ടോ അവരാണ് ബ്രാഹ്മണൻ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. ഇവിടെ ഇരിക്കുന്നതിൽ ഏറിയ ഭാഗവും ബ്രാഹ്മണന്മാരാണ്. കാരണം ദൈവത്തെ കുറിച്ച് അറിവ് നിങ്ങൾക്കുണ്ട്. അതേ അർത്ഥമാണ്. പൂനൂലിട കിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ ദൈവത്തെ കുറിച്ച് അറിവുള്ളവനാണ് ബ്രാഹ്മണൻ. നിങ്ങൾ പൂനൂൽ ഇടാനല്ല ഞാൻ പറയുന്നത്, പൂനൂൽ ഇട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ദൈവത്തെ കുറിച്ച് അറിവ് നിങ്ങൾക്കുണ്ടോ? അവനെ നോക്കി ദൈവം നമ്പുരാന്റെ വചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ദൈവത്തെ അറിയാം. ആ ചെറുപ്പക്കാരൻ എന്നോട് വിളിച്ചു പറഞ്ഞു, രഞ്ജിത്തെ നീ ദൈവമാണെന്ന് അറിയണം. ഞാൻ പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല. ദൈവമാണെന്ന് അറിയണ്ട, എനിക്കറിയാം. ബഹുദൈവ വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം എന്റെ അപ്പൻ എന്താണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് നന്നായി അറിയാം എന്റെ കുടുംബ പശ്ചാത്തലം എന്താണെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അന്യ രാജ്യത്ത് നിന്ന് കടന്നു വന്ന ഇതിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പുച്ഛിച്ചപ്പോൾ ഈ സ്നേഹിതൻ എന്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ കൊണ്ടുപോയി മാറ്റി നിർത്തിയിട്ട്, ഈ കർത്താവ് വന്നത് നിന്നെയും കൂടി വേണ്ടിയാണ്, നിനക്കും കൂടി വേണ്ടിയിട്ടാണ് അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഇത് മതത്തിന്റെ പുസ്തകമല്ല, ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്. ദൈവത്തിന്റെ സത്യവേദ പുസ്തകമാണ്. ഇത് വായിക്കുന്നവന്റെ കണ്ണ് തുറക്കും. ഇത് വായിക്കുന്നവന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കും. ഇത് വായിക്കുന്നവൻ കർത്താവിനെ കാണും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് പാതി വിശ്വാസിയെ ഇന്ന് രാത്രി ഒരു പൂർണ്ണ വിശ്വാസിയാക്കി ദൈവത്തിനെ മാറ്റുവാൻ പോകുന്നു. ദൈവത്തിന് നനഞ്ഞ വിശ്വാസിയെ ആവശ്യമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കത്തി ജ്വലിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ചെറുപ്പക്കാരന്റെ വലിയ അറിവൊന്നും ഇല്ലാത്ത ഈ ഞാൻ പറയുന്നത് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ ഗ്രഹിപ്പാൻ കഴിഞ്ഞാൽ, വീട്ടിൽ പോയി ഈ പുസ്തകം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്ക്. ഇതിനകത്ത് നിങ്ങളുമുണ്ട്. ഇതിനകത്ത് നിങ്ങളുമുണ്ട്. കാരണം നിങ്ങളില്ലാതെ ഈ പുസ്തകം നിങ്ങൾക്ക് തുറക്കാൻ പറ്റുകയില്ല. ഈ പുസ്തകം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകം നിങ്ങളുടെ കുടുംബത്തോടാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകം നിങ്ങളുടെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകം നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നു. നിൽപ്പാൻ കഴിയത്തില്ല. സ്നേഹിതൻ എനിക്ക് എടുത്ത് വായിച്ചു തന്നു 3 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. വേഗത്തിൽ വായിച്ച്. ആവർത്തന പുസ്തകം 4:15. നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവിൻ. യഹോവ ഹോറേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ.
അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഇങ്ങനെ യാതൊന്നിന്റെയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വഷളത്വം കാണിക്കരുത്. അടുത്ത വാക്യം, നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനോ സേവിപ്പാനോ വശീകരിക്കപ്പെടരുത്. അവയെ ഈ ഭൂമിയിലുള്ള സകലമാന ജാതികൾക്ക് ഞാൻ പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ ആ നട്ടുച്ച സമയത്ത് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞു എന്നറിയാമോ? സ്തോത്രം. എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്റെ 12ാമത്തെ വയസ്സ് മുതൽ 18 വയസ്സ് വരെ എന്റെ ജാതകത്തിന്റെ ദോഷങ്ങൾ മാറുവാൻ, എന്റെ ശനിയുടെ അപഹാരങ്ങൾ മാറുവാൻ, എന്റെ ദോഷങ്ങൾ മുഴുവനുമായി വെട്ടിത്തിരിഞ്ഞ് ക്ലിയർ ആകുവാൻ എന്റെ കുടുംബ ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ഞാൻ സൂര്യ ഭഗവാൻ അഥവാ സൂര്യനെ ഞാൻ നമസ്കരിക്കുമായിരുന്നു. 12ാമത്തെ വയസ്സ് മുതൽ ഈ തുടങ്ങിയ നമസ്കാരമാണ്. ഉദിച്ചിരുന്ന സൂര്യന് മുൻപായി 2 മണിക്കൂറിന് മുമ്പായി ഞാൻ എഴുന്നേറ്റ് ഞാൻ ചെയ്യേണ്ട വ്രതശുദ്ധിയോടും ഉയരണിഞ്ഞുകൊണ്ട് ഞാൻ എടുക്കേണ്ടതായ മന്ത്രങ്ങളും സൂക്തങ്ങളും എന്റെ 12ാമത്തെ വയസ്സ് മുതൽ എനിക്ക് മനഃപ്പാഠമാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് വയസ്സ് 18. 6 വർഷമായി ഒരു തികഞ്ഞതായ ഒരു സൃഷ്ടിയെ ഭജിക്കുന്ന ഒരുവനായി നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയടാ, എടാ സൂര്യനെ അല്ലടാ നമസ്കരിക്കേണ്ടത്, സൂര്യനും ചന്ദ്രനും ലക്ഷോപലക്ഷം നക്ഷത്രങ്ങളും ഈ വാനമേഘങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ദൈവം ഇതിന്റെ പിന്നിലുണ്ട്. അവന്റെ കരം ഇതിന്റെ പിന്നിലുണ്ട്. ആ ദൈവത്തെ നീ അറിയുക. ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് മകയിലും പ്രാർത്ഥിക്കുകയും പേർ വിളിച്ച ഒരു ദൈവം ഇതിന്റെ പിന്നിലുണ്ട്. ഈ ഭൂമിയിൽ കാണുന്ന സകലമാനതിനെ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ഒരു ദൈവം ഇതിന്റെ അദൃശ്യ മണ്ഡലത്തിലുണ്ട്. പക്ഷേ ആ ദൈവത്തെ ആർക്കും വേണ്ട. എല്ലാവരും വന്ന് സൃഷ്ടികളുടെ മുൻപിൽ നമസ്കരിക്കുകയാണ്. ഒന്നാമതായി ഈ സഹോദരൻ എനിക്ക് പറഞ്ഞു ഒന്നാമത്തെ വാക്യം. രണ്ടാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 17ാം അധ്യായം അതിന്റെ 23ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 17ാം അധ്യായം അതിന്റെ 23ാം വാക്യം. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഞാൻ ആരാന്നറിയാമോ? പൗലോസാണ്. ആരാണ് ഈ പൗലോസ് എന്നറിയാമോ? ഒരു കാലത്ത് ദൈവസഭയെ ഉന്മൂലനാശം ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ച് മനുഷ്യനാണ്. എവിടെയെങ്കിലും ആരെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി മോക്ഷകരായുധമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ആ സ്പോട്ടിൽ അവനെ സ്വന്തം തീർത്തു കളവാനുള്ള അധികാര പത്രവുമായി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ നിന്ന് പത്രവുമായി ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 9ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 3 കരങ്ങൾ ഈ മനുഷ്യന്റെ മേൽ വന്നു വീണു. ഒന്നാമത്തെ കരം സൂര്യനെ വെല്ലുന്നതായ വെളിച്ചം തന്റെ മേൽ വന്നടിച്ചു. ആ കരം തൊട്ടത് കൊണ്ടാണ് ഈ മനുഷ്യൻ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അപ്പോസ്തലനായി മാറിയത്. ദൈവം തൊടാതെ ആരും ദൈവത്തിന്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല, നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, നിങ്ങളുടെ പണം കൊണ്ടല്ല, നിങ്ങളുടെ യുക്തി കൊണ്ടല്ല, മനുഷ്യന്റെ ഇഷ്ടത്താൽ അല്ല. ആർക്കും അങ്ങനെ ദൈവത്തിന്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. കാരണം ദൈവം പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് ആ കാലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ മനസ്സിലാക്കണമേ, പൗലോസ് പറയുന്നു, ദമസ്കോസിൽ വെച്ച് എനിക്ക് ദൈവമായ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു, ഒരു എൻകൗണ്ടർ ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസ് അല്പകാലം കൂടെ കഴിയുമ്പോൾ പൗലോസിന്റെ പ്രസംഗ ഭാഷ മാറി, സാക്ഷ്യം മാറി വന്നു. പൗലോസ് പറയുന്നു, അല്ല, ദമസ്കോസിൽ വെച്ചല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവൻ എന്നെ കണ്ടു. തീർന്നില്ല. വെളിപ്പാടിന്റെ ആധിക്യത്തിൽ നിറഞ്ഞ പൗലോസ്, 3 സ്വർഗത്തോളം കയറിയതായ പൗലോസ്, ആ മനുഷ്യന്റെ ഭാഷാ ശൈലികൾ മാറി, മൂർച്ചകളുണ്ടായി. ഈ മനുഷ്യൻ പറയുന്നു, ദമസ്കോസിലുമല്ല, അമ്മയുടെ ഉദരത്തിലുമല്ല, മോശയുടെ വചനത്തെ വെല്ലുവിളിക്കും ക്രമത്തിൽ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ലോക സ്ഥാപനത്തിന് മുൻപേ അവൻ എന്നെ കണ്ടിരിക്കുന്നു. അതാണ് പൗലോസ്. ആ പൗലോസിനെ
ഈ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം തൊട്ടു. രണ്ടാമത്തെ സ്പർശനമാണ് യെരൂശലേമിൽ ഒരു സാധാ ശിഷ്യനായ അനന്യാസിന്റെ കരം പൗലോസിന്റെ മേൽ വന്നു വീണപ്പോൾ ഈ കണ്ണടഞ്ഞത് ശരിയാണ്, പക്ഷെ അവന്റെ ഹൃദയത്തിന്റെ ആത്മീയ കണ്ണ് തുറന്നു. അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി തീർന്നു. അനന്യാസുമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനന്യാസ് വന്ന് പ്രാർത്ഥിക്കുന്ന മുമ്പായി ദൈവത്തോട് അനന്യാസ് പറഞ്ഞു, അവന്റെ അടുക്കൽ എനിക്ക് പോകുവാൻ കഴിയത്തില്ല. പകരം ദൈവം അനന്യാസിനോട് പറഞ്ഞു, അനന്യാസേ നീ എഴുന്നേൽക്ക. നേർവീതി എന്ന് പറയുന്ന തെരുവിലൂടെ യാത്രയിൽ അവിടെ തർസൂസുകാരനെന്ന ശൗലിരിപ്പുണ്ട്. കണ്ടീഷൻ, അവൻ പ്രാർത്ഥിക്കുന്നു. എന്നെ നിങ്ങളെ നോക്കി സ്വർഗത്തിലെ ദൈവത്തിന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവനാണ് ആത്മീയൻ. സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനം അനക്കുമ്പോൾ ഭൂമിയിൽ ഒരു ഭക്തന് കഴിഞ്ഞുകൊണ്ട് അവൻ മുഴങ്കാൽ മടക്കിയപ്പോൾ എന്റെ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ കഴിയുന്നില്ല. അവൻ പറയുന്നു, അനന്യാസേ എഴുന്നേൽക്ക്, അവന്റെ അടുക്കലേക്ക് പോ. അവൻ പ്രാർത്ഥിക്കുന്നു. എന്താ അവന്റെ പ്രാർത്ഥന? എന്റെ ദൈവത്തെ എനിക്ക് അറിയണം, എന്നെ തൊട്ടവൻ ആരെന്ന് എനിക്ക് അറിയണം, ആ സ്പർശനം എന്താ, ആ സ്വരം എന്താ, അതിന്റെ ഉടമസ്ഥൻ ആരെന്ന് എനിക്ക് അറിയണം. ഇന്ന് രാത്രി മറ്റേത് അറിവും നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കത്തില്ല, പക്ഷെ സ്വർഗത്തെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ ആ അറിവ് നിന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. ആ പൗലോസിന്റെ 9-ാം അധ്യായത്തിൽ 3-ാമതൊരു കരം വന്ന് വീണു. അതാണ് ബർണബാസിന്റെ കരം. ആരെടുത്ത് വേണോ നിങ്ങൾ പോയി ചോദിച്ചോ, ബ്രദർ നിങ്ങൾക്ക് ആരെ പോലെ ആകണം? യേശു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾക്ക് പൗലോസിനെ പോലെ ആക്കണം. പക്ഷെ ഞാൻ പറയട്ടെ, പൗലോസുമാർ ജനിക്കണമെങ്കിൽ ബർണബാസുമാർ ഉണ്ടാകണം. ഇതാരും പറയത്തില്ല, ഞാൻ എന്റെ അനുഭവത്തിലാണ് പറയുന്നത്. പൗലോസ് ആകണമോ? ബർണബാസുമാർ പട്ടണത്തിൽ ഉണ്ടാകണം. ബർണബാസുമാർ ഉണ്ടാകാതെ പൗലോസിന്റെ കരം പിടിച്ച് മുന്നോട്ട് വരത്തില്ല. കാരണം പൗലോസിന്റെ ശുശ്രൂഷയെ അംഗീകരിക്കാത്ത ജനറൽ കൗൺസിലാണ് യെരൂശലേമിൽ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും പൗലോസിന്റെ മാനസാന്തരത്തെ ഉൾപ്പെടുത്തുവാൻ കഴിയത്തില്ല. പൗലോസിനെ ഉൾപ്പെടുത്താതെ, പൗലോസിനെ കൈത്താങ്ങാതെ, പൗലോസിനെ കൂടെ ചേർക്കാതെ നിൽക്കുന്നതായ ബാക്കിയുള്ള അപ്പോസ്തലന്മാർ നിൽക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞോടാ, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്തെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു സാധാരണയുള്ളവനല്ല, നീ ഉയരത്തിൽ അവന്റെ ശബ്ദം കേട്ടവനാ. ഇന്ന് രാത്രി ഭൂമിക മനുഷ്യരാരും നിന്റെ കൂടെ ഇല്ലെങ്കിൽ, മനുഷ്യരാരും നിന്നെ നടത്തുവാൻ കഴിവില്ലെങ്കിൽ, എന്റെ ദൈവം പറയുന്നു അവരുടെ കരം മാറട്ടെ. പക്ഷെ ദൈവ കരമുണ്ടെങ്കിൽ എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം നിന്നെ എത്തിക്കും. ഒരു മനുഷ്യന്റെ റെക്കമെൻഡേഷനും വേണ്ട, ഒരു മനുഷ്യന്റെ പോസ്റ്റ് ബാങ്കിലേക്ക് നീ നോക്കണ്ട. എത്തിക്കേണ്ടവൻ കൃത്യമായി എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും. ഒരിടത്ത് നീ നോക്കരുത്, ദൈവത്തെ നോക്ക. എത്ര വെല്ലുവിളികൾ ഉയർന്നാലും ദൈവത്തിൽ നോക്കിയവരാരും പരാജയപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ പൗലോസ്, ആ മനുഷ്യന്റെ ഉള്ളിൽ കത്തിയ തീ മുഖാന്തരം മനുഷ്യൻ ഒരു മിഷണറിയായി 13-ാം അധ്യായത്തിൽ ഇതാ യെരൂശലേമിലെ കൗൺസിൽ അംഗത്തിന്റെ മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി ഈ മനുഷ്യന്റെ 1-ാമത്തെ മിഷണറി യാത്ര നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ മനുഷ്യന്റെ യാത്രയിൽ തന്റെ കൂടെ പൗലോസ് ഉണ്ട്. 15-ാം അധ്യായത്തിൽ ഇതാ 1-ാമത്തെ യാത്ര കഴിഞ്ഞ് താൻ മടങ്ങി വരുന്നു. 2-ാമത്തെ യാത്രയ്ക്ക് വേണ്ടി താൻ പുറപ്പെടുകയാണ്. 2-ാമത്തെ യാത്രയിൽ താൻ പുറപ്പെടുമ്പോൾ തന്റെ കൂട്ടു സഹോദരൻ ബർണബാസില്ല, പകരം ശീലാസാണ് തന്റെ കൂടെ ഉള്ളത്. 16-ാം അധ്യായത്തിൽ മധ്യരാത്രിയിലെ സഭ രൂപപ്പെടുന്നു. 16-ാം അധ്യായത്തിലാണ് ഫിലിപ്പിയ സഭ. കാരണം ലോകം മുഴുവനും പോയി പ്രസംഗിക്കപ്പെടണം എന്ന് പറഞ്ഞ അതേ കഥാവ് 16-6 എത്തിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ ആസിയയിൽ ദൈവവചനം പ്രസംഗിക്കണ്ട. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. 1000 കൂടുന്ന മീറ്റിംഗിൽ പോയാലും ദൈവം ഇല്ല എങ്കിൽ നീ വാതര ശബ്ദം മാത്രമേ മുഴക്കത്തുള്ളൂ. ചിലപ്പോൾ ചില മീറ്റിംഗിൽ 100 കാണത്തുള്ളൂ, പക്ഷെ ആ 100 ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായിരിക്കാം, 100 ദൈവ ശബ്ദത്തിന് വേണ്ടി ഇരിക്കുന്നവരായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെയുള്ളവരൊന്ന് ദൈവത്തിന്റെ പ്രതികരിച്ചോട്ടെ. പാരമ്പര്യ രോഗങ്ങൾ നമുക്കില്ല, പകരം ഇന്ന് രാത്രി ഒരു കുഞ്ഞിനെ പോലെ അപ്പന്റെ കരത്തിൽ നിന്ന് കർത്താവേ എനിക്ക് ദാഹിക്കുകയാണ്, കർത്താവേ എനിക്ക് അങ്ങയുടെ ആത്മാവിന് വേണ്ടി കൊതിക്കുകയാണ്, അങ്ങയോട് ചേർന്ന് നടക്കുമോ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു അവനെ നിറയ്ക്കുമ്പോൾ എന്റെ കർത്താവ് പ്രാർത്ഥന.
16 അധ്യായത്തിൽ ഫിലിപ്പിയ സഭ, 17 അധ്യായത്തിൽ തെസ്സലോനിക്ക സഭ, 18 അധ്യായത്തിൽ കൊരിന്ത് സഭ, 19 അധ്യായത്തിൽ എഫെസോസ് സഭ, ഈ 20 അധ്യായത്തിൽ ഗ്രീസ്, പിന്നെ 20ന്റെ ഒടുവിലെത്തുമ്പോൾ എഫെസോസിൽ തനിക്ക് മനോഹരമായ ഒരു സെന്റ് ഓഫ്. 21, 22 സുവിശേഷ നിമിത്തം താൻ കാരാഗ്രഹത്തിൽ. 23 അധ്യായം എത്തിയപ്പോൾ ഏത് കാരാഗ്രഹത്തിൽ താൻ കിടക്കുന്നുവോ അതേ കാരാഗ്രഹത്തിനകത്ത് ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സ്വർഗത്തിലെ ദൈവം ഏത് സാഹചര്യത്തിൽ ആയിരുന്നാലും അവിടെ ഇറങ്ങി വരുവാൻ എന്റെ കർത്താവിന് കഴിയും. യോസേഫേ, നീ കുണ്ടറയിൽ കിടന്നാലും, പൊട്ടക്കുഴിക്കകത്ത് കിടന്നാലും, യോസേഫ് നീ ഏത് സാഹചര്യത്തിൽ കിടന്നാലും, മൂന്നാമത് എന്റെ ഈ 2 കരമല്ലേ അല്ലോ, മൂന്നാമത് ഒരു കരം ഇറങ്ങി വരുന്നുണ്ട്. അവൻ നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കും. കാരണം അവൻ പ്രാപ്തൻ. 24, 25, 26 അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ മുഴുവനും പരിശോധിച്ചു നോക്ക്. രാജാക്കന്മാരുടെ മുമ്പിൽ, അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ, ബെർണിക്ക, ഫെസ്തോസ്, ഫെലിക്സ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ നേതാക്കന്മാരുടെ മുമ്പിൽ നീതിയെക്കുറിച്ച്, ഇന്ദ്രിയ ജയത്തെക്കുറിച്ച്, സ്വന്തം വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. ഒറ്റ പ്രസംഗം കേട്ടപ്പോൾ അവരുടെ കാലിരുമ്പുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. ഈയമ്പാറ്റ വിറയ്ക്കുന്നത് പോലെ അവർ വിറയ്ക്കത്തക്കവണ്ണമായി തീർന്നു. അതാണ് ഒരു ശക്തിയോ ദൈവവചനം. ഹൃദയങ്ങളെ ആഞ്ഞു കയറി ചെല്ല്. ആ വചനം അവരെ തൊട്ടപ്പോൾ, ആ വചനം അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, പോക പിന്നെ വിളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു വിട്ടു. അത്ര ശക്തമായി പ്രയോജനപ്പെട്ട മനുഷ്യനാണ് പൗലോസ്. ആ മനുഷ്യനാണ് നേരത്തെ നാം വായിച്ചതായി കുറിവാക്യത്തിൽ തെസ്സലോനിക്കയിൽ അതിശക്തമായി ദൈവത്തിന് പ്രയോജനപ്പെട്ടു. സുവിശേഷ വിരോധികൾ ആഞ്ഞടിച്ചു. തന്നെ പിടിച്ച് അഥേന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ബെരോവയിൽ കൊണ്ടുവരുന്നു. ബെരോവയിലും അതിശക്തമായി ദൈവവചനം പ്രസംഗിക്കുന്നു. സുവിശേഷ വിരോധികൾ എഴുതുന്നു. അവിടെ നിന്ന് വീണ്ടും തന്നെ അഥേന, ഏതൻസ്, ഇന്നത്തെ ഏതൻസിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അവിടെ ദൈവത്തിന്റെ അഭിഷക്തൻ അവിടെ വന്നിട്ട് ചുറ്റിലും നോക്കിയപ്പോൾ ഒരു കാഴ്ച താൻ കാണുകയാണ്. അഥേന എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തിന് ഒരു ഭയങ്കരമായ ഒരു കുന്നിൻ ചെരുവാണ്. അത് അരയോപക കുന്നിൻ ചെരുവ് എന്ന് പറയുന്നു. ആ അരയോപക കുന്നിൻ ചെരുവിന്റെ മുകളിൽ താൻ കയറി ചെന്നിട്ട് തനിക്ക് ഒരൊറ്റ പ്രസംഗം വേണം. പക്ഷെ പ്രസംഗത്തിന്റെ സബ്ജക്റ്റ് തനിക്കില്ല. പക്ഷെ താൻ ചുറ്റും നോക്കിയപ്പോൾ അജ്ഞാത ദേവൻ എന്നുള്ള ഒരു വേദിക്കല്ല് താൻ കണ്ടു. അത് അവർ നമസ്കരിക്കുന്ന കല്ലാണ്. ഇറ്റ്സ് എ അൺനോൺ ഗോഡ്. നമസ്കരിക്കുന്ന കല്ല് കണ്ടപ്പോൾ ആ നമസ്കരിക്കുന്നവൻ ആരെ എന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് അറിയത്തില്ല. ഇതിന്റെ ഉത്ഭവം, ഇതിന്റെ ഉടമസ്ഥൻ ആര്, ഈ കല്ലിന്റെ ഉടമസ്ഥൻ ആരെന്ന് നമസ്കരിക്കുന്നവൻ അറിയത്തില്ല. പൗലോസിന് പ്രസംഗം കിട്ടി. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുമ്പോൾ ഞാൻ ഒരുവനെ അറിയുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് തുടങ്ങിയതാണ് അഥേന പുരുഷന്മാരെ നിങ്ങൾ സകലത്തിലും അതിഭക്തന്മാരെന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ മൊത്തം ഞാൻ ചുറ്റി നടന്നു. അജ്ഞാത ദേവൻ എന്നൊരു വേദിക്കല്ല് ഞാൻ കണ്ടു. എന്നിട്ട് താൻ ഇപ്രകാരം പറയുന്നു, സ്വർഗത്തിനും ഭൂമിക്ക് നാഥനാകൊണ്ട്, സ്വർഗ ദൈവം സ്വർഗത്തിനും ഭൂമിക്ക് നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ല. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് ആ ബ്രാഹ്മണ സഹോദരൻ എന്നോട് പറഞ്ഞു, രക്ഷിതാവേ, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അല്ല ദൈവം വസിക്കുന്നത്. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലതും ഏകുന്നവനാകിയാൽ മനുഷ്യ കരങ്ങളാൽ അവൻ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. നീ കൊടുക്കുന്ന ഒന്നും എന്റെ ദൈവത്തിന് വേണ്ടത്. നീ കൊടുക്കുന്ന കുന്തിരിക്കമാകട്ടെ, മഞ്ഞൾപ്പൊടിയാകട്ടെ, പാലാകട്ടെ, നിവേദ്യമാകട്ടെ, എന്തോ ആണെങ്കിലും, മെഴുകുതിരിയാണെങ്കിലും, വെളിച്ചെണ്ണയാണെങ്കിലും. ചിലർ പറയുന്നു വെളിച്ചെണ്ണ കൊടുത്ത ദൈവത്തിന് പ്രസാദം. ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിറ്റർ കണക്കിന് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഈ ഭൂമിയിലുള്ള സകലമായ മനുഷ്യർക്കും വേണ്ടി എണ്ണയെ ഉത്പാദിച്ചിരിക്കുന്നതിന് മുൻപ് നീ ഒരു കാലോ ആരെയോ ഒന്നോ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കരുത്. നടക്കുകയല്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഭൂമിയിലെ ഒരു വസ്തുക്കളും കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. ചിലർ പറയുന്നു മെഴുകുതിരി കത്തിച്ചാൽ ദൈവത്തിന് പ്രസാദകരമാകുമെങ്കിൽ ഒന്നല്ല, 1000 10,000 ആണെങ്കിലും കത്തിക്കാൻ റെഡിയാണ്. ഒരു സൂര്യനെ നഗ്നനേത്രം കൊണ്ട് നോക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോഴാ സൂര്യനെ വെല്ലുന്ന വെളിച്ചത്തിൽ അധിവസിക്കുന്നവനായ ദൈവം, ആ ദൈവത്തിന് മുൻപിലാണ് മിന്നായം പോലെ കത്തുന്ന മെഴുകുതിരി കൊണ്ട് കത്തിച്ചിട്ട് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നത്. രഞ്ജിത്താതെ നടക്കുകയല്ല.
നടക്കുകയല്ല. ചിലർ പറയുന്നു വെടിവഴിപാട് നടത്തിയാൽ എത്ര വെടി വേണോ പൊട്ടിക്കാൻ ബ്രദറെ, എത്ര 1000 രൂപ വേണമെങ്കിലും 10,000 കണക്കിന് ലക്ഷങ്ങൾ എങ്ങനെയെങ്കിലും ഈ ബാധ ഒന്ന് ഒഴിഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കണമോ. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്റെ ദൈവത്തിന്റെ ശബ്ദം കാദേശ് മരുവിനെ നടക്കുന്നു. എന്റെ ദൈവത്തിന്റെ ശബ്ദം വനങ്ങളെ തോലുരിപ്പിക്കുമാറാക്കുന്നു. എന്റെ ദൈവത്തിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. എന്റെ ദൈവത്തിന്റെ ശബ്ദം എന്താണെന്നറിയാമോ? ആ ശബ്ദം സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവ്വതം, മേഘതമസ്, കൂരിട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞ സീനായ് പർവ്വതം. ദൈവ സാന്നിധ്യം ഇറങ്ങി നിന്നപ്പോൾ പർവ്വതം പോലെ കിടുകിട ഉറക്കത്തക്കവണ്ണമായി തീർന്നു. ആ കാഴ്ച കണ്ടു നിന്നപ്പോ ദൈവത്തിന്റെ ദാസൻ മോശയ്ക്ക് പോലും അത് ഭയമായി ജനിച്ചു. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഓലപ്പടക്ക് എറിഞ്ഞ് പ്രസാദിപ്പിക്കാൻ നോക്കുന്നത്. രഞ്ജിത്നാഥ്, ഇതൊന്നും നടക്കുകയല്ല. പകരം നീ ദൈവത്തെ അറിയണം. ഇങ്ങനെ ഈ സ്തോത്രം എന്റെ അനുഭവത്തിൽ ഡിഗ്രിയുടെ 3 വർഷം ഇരുന്നുകൊണ്ട് ഈ ദൈവത്തെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി, മനസ്സിലാക്കുവാൻ തുടങ്ങി, രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. സ്തോത്രം ഈ 3 വർഷം കൊണ്ട് ബൈബിളിന്റെ മുഴുവൻ ഭാഗങ്ങളും വായിച്ചു തീർത്തപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. മൂക്കിൽ ശ്വാസമുള്ള ഒരുത്തരും ദൈവത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവിടെ വെച്ചങ്ങ് നിർത്തുകയാണ്. എനിക്ക് ഈ വാക്യത്തിലേക്കൊന്ന് കയറണം. ഈ ഭാഗത്ത് നിന്ന് സ്വോത്ര കാഴ്ചയെടുക്കുവാനായിട്ട് അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവർ വേഗത്തിൽ വരിക, സ്വോത്ര കാഴ്ചയെടുക്കുക. നമുക്കിതിന്റെ അടുത്ത പാട്ടിലേക്ക് കയറാം. വേഗത്തിൽ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക.